ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. കഴിഞ്ഞ 2-3 വീഡിയോയിലായിട്ട് നമ്മൾ ഫയൽസ് ഏതൊക്കെയാണ് സൂക്ഷിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് അടുത്ത അതിൻ്റെ 4ാമത്തെ ഭാഗമാണ്. അതിൽ 2 ഫയലുകൾ ഏതൊക്കെയാണെന്ന് വീണ്ടും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അത് കാണുക, ഫയലുകൾ ഏതൊക്കെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. ഒരു ചോദ്യം വന്നിരിക്കുന്നത് ഈ ഫയലുകളെല്ലാം തന്നെ എല്ലാ സൈറ്റിലും സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഡിപ്പെൻഡിങ് ഓൺ സൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ റിക്വയർമെൻറ്റ്. ഇപ്പോൾ കൺസൾട്ടൻ്റ് സൈഡാണെങ്കിൽ സൂക്ഷിക്കേണ്ട ഫയലുകൾ വേറെയാണ്, ക്ലയൻറ്റ് സൈഡിലാണെങ്കിൽ ക്ലയൻറ്റ് എഞ്ചിനീയേഴ്സ് സൂക്ഷിക്കേണ്ട ഫയലുകൾ വേറെയാണ്, കോൺട്രാക്ടേഴ്സിൻ്റെ ഫയലുകൾ വേറെയാണ്. പക്ഷേ ഇൻ ജനറലി 1 മുതൽ 12 വരെ പറയുന്ന ഫയലുകളാണ് എല്ലാ സൈറ്റിലും എല്ലായിടത്തും സൂക്ഷിക്കേണ്ടി വരിക. ചിലപ്പോൾ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിലാണ് അങ്ങനെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഹൗസിംഗ് പ്രോജക്റ്റിലാണ് അതുപോലുള്ള ഫയലുകൾ സൂക്ഷിക്കണം. പക്ഷേ പ്രോജക്റ്റിൻ്റെ ഫയൽസിൻ്റെ ഹെഡിങ് സെയിം ആയിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഇനി ഇതിൻ്റെ പാർട്ട് 1 നമ്മൾ എല്ലാ ഫയൽസിനെ കുറിച്ചും ഏകദേശം ഒന്ന് പരിചയപ്പെടുത്തി. പാർട്ട് 2 ആദ്യത്തെ 3 പ്രീ കോൺട്രാക്ട് ആൻഡ് ലീഗൽ ഡോക്യുമെൻറ്റ്, ഡ്രോയിങ്, ഡിസൈൻ ഫയലിനെ കുറിച്ച് പരിചയപ്പെടുത്തി. പാർട്ട് 3 അടുത്ത 2 ഫയൽസിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തിയത്. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് അടുത്ത സെറ്റ് ഓഫ് ഫയൽസിനാണ്, മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഫയൽസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഫയൽസ്. മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഫയൽസിൽ മെറ്റീരിയൽ റിലേറ്റഡ് ഫയലുകളാണ് മെയിനായിട്ട് സൂക്ഷിക്കുന്നത്. ഒന്ന് മെറ്റീരിയൽ അപ്രൂവൽ സബ്മിറ്റൽ. മെറ്റീരിയൽ അപ്രൂവൽ സബ്മിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രോജക്റ്റ് എടുത്തു കഴിയുമ്പോഴോ അല്ലെങ്കിൽ പ്രോജക്റ്റിൽ തുടങ്ങാൻ പോകുമ്പോഴും BOQ അല്ലെങ്കിൽ ടെൻഡർ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് എന്തൊക്കെ മെറ്റീരിയലാണ് ഉപയോഗിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു അപ്രൂവൽ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സിമെൻറ്റ് ഉണ്ടാവാം, സ്റ്റീൽ, ഏത് ടൈപ്പ് ഓഫ് സ്റ്റീലാണ്, അല്ലെങ്കിൽ സിമെൻറ്റ് തന്നെയാണെങ്കിൽ OPC ഉണ്ടാവാം, PPC ഉണ്ടാവും, PSC ഉണ്ടാവും, അല്ലെങ്കിൽ വൈറ്റ് സിമെൻറ്റ് ഉണ്ടാവാം, ബ്ലോക്സ് ഉണ്ടാവാം, RMC ഉണ്ടാവാം. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേജ് വരുന്നത്. ഇത് കൂടാതെ MEP വർക്കിലാണെങ്കിൽ ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമർ, പാനൽസ്, അതുപോലെ പ്ലംബിങ്ങിലാണെങ്കിൽ വാൾവുകളെക്കുറിച്ചും പൈപ്പ് ഏതൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമത്തെ കാര്യമാണ് മെറ്റീരിയൽ ഇൻസ്പെക്ഷൻ റിക്വസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പാർട്ട് തന്നെയാണ്. നമ്മൾ ഇനിഷ്യലി സബ്മിറ്റ് ചെയ്യുന്ന മെറ്റീരിയൽ സൈറ്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റീരിയൽ ഇൻസ്പെക്ഷൻ റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഡോക്യുമെൻ്റാണ്. നമ്മൾ സബ്മിറ്റ് ചെയ്ത മെറ്റീരിയൽ തന്നെയാണ് സൈറ്റിൽ വന്നിരിക്കുന്നത് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു ഡോക്യുമെൻ്റാണ് മെറ്റീരിയൽ ഇൻസ്പെക്ഷൻ റിക്വസ്റ്റ് എന്ന് പറയുന്നത്. ഇത് പർട്ടിക്കുലർലി പറയാൻ കാരണം ഒരു ഉദാഹരണം എടുക്കാം. ഇലക്ട്രിക്കലിൽ പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രതിഭാസം, ഒരു രീതിയാണ് BOQയിൽ പൈപ്പ് മീഡിയം എന്ന് പറയും, ടെക്നിക്കൽ സ്പെസിഫിക്കേഷനിൽ അത് ഹെവി എന്ന് പറഞ്ഞു വെക്കും. അപ്പം കോട്ട് ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും BOQ വെച്ച് കോട്ട് ചെയ്തിട്ടുണ്ടാവും, ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ഹെവിയാണ് പറഞ്ഞിട്ടുണ്ടാവും. ഇത് മെറ്റീരിയൽ അപ്രൂവൽ റിക്വസ്റ്റിൽ വലിയൊരു കൺഫ്യൂഷൻ പലപ്പോഴും ഉണ്ടാക്കാറുണ്ട്. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യേണ്ടത് പ്രീ ബിഡ് മീറ്റിംഗിൽ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഡെലിവറി ചെല്ലാൻ അതുപോലെ ഫയൽ ചെയ്യണം, ഇൻവോയ്സ് ഫയൽ ചെയ്യാം, മെറ്റീരിയൽ സ്റ്റോക്ക് വന്നിരിക്കുന്ന എത്ര മെറ്റീരിയലാണ്, സിമെൻറ്റ് എത്ര ചാക്ക് വന്നു, അല്ലെങ്കിൽ എത്ര കമ്പി സ്റ്റീൽ വന്നിരിക്കുന്നു, ഇതൊക്കെ കൃത്യമായിട്ട് രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യുക. അതിൻ്റെ ഔട്ട് ഗോയിങ്ങും രജിസ്റ്റർ ചെയ്യണം. മെറ്റീരിയൽ ഇൻവോയ്ഡ് മാത്രം രജിസ്റ്റർ ചെയ്താൽ പോരാ, എത്ര യൂസ് ചെയ്തു എന്നുള്ള കാര്യം പ്രത്യേകിച്ച് റെക്കോർഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ടെസ്റ്റ് സർട്ടിഫിക്കറ്റാണ് മറ്റൊന്ന് പ്രോപ്പറായിട്ട് ഫയൽ ചെയ്യേണ്ടത്. ഇനിയുള്ളത് ക്വാളിറ്റി കൺട്രോൾ ഡോക്യുമെൻ്റ് ആണ്. ക്വാളിറ്റി കൺട്രോൾ ഡോക്യുമെൻറ്റിൽ ആദ്യം വരുന്നത് ഇൻസ്പെക്ഷൻ റിക്വസ്റ്റ് ആണ്. അതായത് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇൻസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ, ഒരു ആംബിഗ്വിറ്റി ഉണ്ടെങ്കിൽ, അതായത് BOQയും ഡ്രോയിങ്ങും തമ്മിൽ ഒരു വ്യത്യസ്തത ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ എടുക്കുക എന്നുള്ളതാണ് RFI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെറ്റീരിയൽ അപ്രൂവൽ സബ്മിറ്റിൽ നേരത്തെ വന്നിരിക്കുന്ന മെറ്റീരിയലിൻ്റെ സബ്മിറ്റിലാണ് ഒരു ഫയൽ സൂക്ഷിക്കേണ്ടത്. മെത്തേഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർക്കും എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനുള്ള ഡോക്യുമെൻ്റാണ് മെത്തേഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമ്മൾ വ്യക്തമായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് വാട്ടർ പ്രൂഫിംഗ് ആണെങ്കിൽ വാട്ടർ പ്രൂഫിംഗ് എങ്ങനെ ചെയ്യും, ടെക്നിക്കൽ സ്പെസിഫിക്കേഷനുമായിട്ട് മാച്ച് ചെയ്തിട്ടാണോ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെത്തേഡ് സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുക്കുന്നത്. ടെസ്റ്റ് റിപ്പോർട്ട്, ക്യൂബ് രജിസ്റ്റർ, സ്ലം ടെസ്റ്റ് രജിസ്റ്റർ ഒക്കെ പ്രോപ്പറായിട്ട് സൂക്ഷിക്കുക. കാരണം കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 4-5 മാസം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഓഡിറ്റിംഗ് ഒക്കെ ഉണ്ടാകുന്നത്. ക്വാളിറ്റി ഓഡിറ്റിംഗ് നടക്കുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യൂബ് ടെസ്റ്റും സ്ലം രജിസ്റ്ററൊക്കെ വളരെ അത്യാവശ്യമായിട്ട് വരാറുണ്ട്. ഇതേപോലെ തന്നെയാണ് ചെക്ക് ലിസ്റ്റ്, മറ്റേ ആക്ടിവിറ്റി വൈസ് എന്തൊക്കെ ആക്ടിവിറ്റിയാണ് നമ്മൾ ഓരോ സ്റ്റേജിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു രജിസ്റ്റർ സൂക്ഷിക്കുക. നോൺ കൺഫർമേഷൻ റിപ്പോർട്ട്. ഈ നോൺ കൺഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് സാധാരണ ക്ലയൻറ്റോ അല്ലെങ്കിൽ കൺസൾട്ടൻറ്റ് സൈഡിൽ വർക്കിനെ കുറിച്ചിട്ടുള്ള വർക്ക് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ അനുസരിച്ചല്ല അല്ലെങ്കിൽ BOQ അനുസരിച്ചല്ല ചെയ്തിരിക്കുന്നതെങ്കിൽ നോൺ കൺഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യാറുണ്ട്. ഇതിൻ്റെ റെക്ടിഫിക്കേഷൻ ചെയ്ത് അതിനുള്ള റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ ഫയൽ ചെയ്യുന്നതിനാണ് നോൺ കൺഫർമേഷൻ NCR എന്ന് പറയുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. പലപ്പോഴും കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പ്രോജക്റ്റിൽ മെറ്റീരിയൽ സബ്മിറ്റ് ചെയ്യുക, മെറ്റീരിയലിൻ്റെ അപ്രൂവൽ എടുക്കുക, മെറ്റീരിയൽ എത്തിക്കഴിഞ്ഞാൽ അത് ഇൻസ്പെക്ഷൻ നടത്തുക, മെത്തേഡ് സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യാം. അത് സിവിലായാലും ഇലക്ട്രിക്കലായാലും MEP ആയാലും ഏതായാലും ഇത് തന്നെയാണ് അവസ്ഥ. ഇത് ചെയ്യാതെ അതുപോലെ ഇൻസ്പെക്ഷൻ നടത്തില്ല, വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസ്പെക്ഷൻ നടത്തി അത് ക്ലോസ് ചെയ്യുന്ന ഒരു പ്രവണതയും കാണാറില്ല. ഇതൊന്നും ചെയ്യാതെ കമ്പനിയെ നിങ്ങൾ എങ്ങനെ സഹായിക്കും എന്നുള്ളത് എനിക്കറിയില്ല. പലപ്പോഴും ഇതൊരു ഡിസ്പ്യൂട്ടായിട്ട് മാറാറുണ്ട്. 2-3 വർഷം കഴിയുമ്പോഴും പ്രോജക്റ്റ് എന്തായിരുന്നു എന്ന് പറയാനുള്ള ഏക ഡോക്യുമെൻ്റ് ഇതുപോലുള്ള പേപ്പറുകളാണ്. അതുകൊണ്ട് പേപ്പർ വർക്ക് കൃത്യമായിട്ട് ചെയ്യുക, ഫയൽ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. ബൈ. നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.